ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായാലും രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കണ്ട. എന്നാലും ആരാണെങ്കിലും അവരെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ആണ് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഒരഭിപ്രായം. അതായത് വ്യക്തിപരമായി, രാഷ്ട്രീയപരമായി പല ആരോപണങ്ങളും പലർക്കും ഉണ്ടാവും, പലതും സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. സോഷ്യൽ മീഡിയകൾ വളരെ മോശമായിട്ടും ഒക്കെ പറയാറുണ്ട് രാഷ്ട്രീയമായി. പക്ഷെ വ്യക്തിപരമായി അത് അധിക്ഷേപത്തിലേക്ക് എത്തുമ്പോൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഉണ്ടായിരിക്കുന്നത്. ജാൻമണി, മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി CJPയുടെ ഒരു ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടുന്ന് മോദിക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചില വാക്കുകൾ പറഞ്ഞത്. അത് എല്ലാവരും ഇതിനെ എതിർക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ജാൻമണിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ആശയപരമായി വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം എന്താണോ അതെനിക്ക് പറയാം. പക്ഷെ അതിലേക്ക് മോദിയെയോ അല്ലെങ്കിൽ മോദി എന്നല്ല ആരുടെയും അമ്മയെയോ സഹോദരിയെയോ അച്ഛനെയോ ഒന്നും വിളിച്ചു ചേർക്കുക അല്ലെങ്കിൽ അവരുടെ പേര് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ജാൻമണി ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ മറുവശത്ത് മറ്റൊരു വാദം കൂടിയുണ്ട്. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇത് എന്റെ അഭിപ്രായമല്ല, എന്താണ് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. അതിനകത്ത് ഒന്ന് പറയുന്നതെന്ന് വെച്ചാല്, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിന് ഇത്രത്തോളം വലിയ രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഇത്തരം രീതിയിൽ അമ്മയെ പരാമർശിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ്. അതിന് ഇത്രത്തോളം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കേണ്ട, ജാൻമണി മാപ്പ് പറയണമെന്ന് പറയേണ്ട, ജാൻമണിക്കെതിരായി തിരിയേണ്ട ആവശ്യമില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അതിപ്പോ ജാൻമണിയുടെ ധാർമ്മികതയാണ് മാപ്പ് പറയണോ വേണ്ടയോ എന്നുള്ളത്. ജാൻമണി ഇത് കഴിഞ്ഞപ്പോ തന്നെ പുതിയൊരു വീഡിയോയിൽ മാപ്പ് പറയുന്നുണ്ട്. മലയാളം അറിയാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു ധാർമ്മികതയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അവർ പറയുന്ന ഒരു ന്യായീകരണം മലയാളം അറിയില്ല. അതൊന്നും ന്യായീകരിക്കാൻ, വെറുതെ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറയാമെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ശരിയാണ് എന്നൊരു അഭിപ്രായവും എനിക്കില്ല. ഇനി CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് ജാൻമണി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. നരേന്ദ്രമോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അത് പല രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ മോദിയുടെ അമ്മ മോദിയെ വിമർശിക്കുന്നതായിട്ടായിരുന്നു. അന്ന് കോൺഗ്രസ് പറഞ്ഞ വാദം, മോദി ചെയ്യുന്നത് തെറ്റാണ്, അത് മോദിയുടെ അമ്മ വിമർശിക്കുന്നു, അത് ഒരു ഹാസ്യ രാഷ്ട്രീയമായിട്ടാണ് അതിനെ മുന്നോട്ട് വെച്ചത്. അന്ന് BJP വലിയ രീതിയിൽ അതിനെ പ്രശ്നമുണ്ടാക്കി. നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറയുന്ന ഒരു സാഹചര്യം. അല്ല, അതൊരു അധിക്ഷേപ രീതിയിലായിരുന്നില്ല. എന്നിട്ട് പോലും BJP അത് അധിക്ഷേപ രീതിയിലായിരുന്നു. എന്തിനാണ് രാഷ്ട്രീയത്തിൽ മാതാപിതാക്കളെ വലിച്ചിടുന്നത്? ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയെ വലിച്ചിടുന്നത് അവർ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടാണ് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്, മോദി തന്നെ പല സിറ്റുവേഷനിലും വൈകാരികമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വൈകാരികമായി ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി തന്റെ അമ്മയെ പല സ്ഥലത്തും അഡ്രസ് ചെയ്യുകയും അല്ലെങ്കിൽ അമ്മയുടെ കാര്യം പറയുകയും വൈകാരികമായിട്ടൊരു താല്പര്യം അല്ലെങ്കിൽ വൈകാരികമായിട്ടൊരു അടുപ്പം ജനങ്ങളിൽ ഉണ്ടാക്കാൻ മോദി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ രണ്ട് നിലപാടെടുക്കുന്നത് ശരിയല്ല. രാഹുൽ ഗാന്ധിയുടെ അമ്മ രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ടാണ് സോണിയാഗാന്ധിയെ കടന്ന് വിമർശിക്കുന്നത്. എന്റെ അമ്മയെ ഒരു സ്ഥലത്തും വലിച്ചഴിക്കേണ്ട രാഷ്ട്രീയക്കാരി അല്ല എന്ന് പറയുകയും മറുവശത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇതുമായി ബന്ധമില്ല. കാര്യം ജാൻമണി പറഞ്ഞത് ശരിയാണോ എന്നൊരു അഭിപ്രായം എനിക്കില്ല, അത് തെറ്റ് തന്നെയാണ്. എന്നാൽ പലപ്പോഴും രാഷ്ട്രീയത്തിൽ വരുന്ന, അതിപ്പോ പ്രധാനമന്ത്രി എന്നല്ല, MLA-മാർക്കെതിരെ പോലും വളരെ മോശമായിട്ടുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ മറുവശത്ത് ജാൻമണി അമ്മയെ പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണ്. ഒരാളുടെയും മാതാവിനെയോ പിതാവിനെയോ ഒന്നും പറയാൻ, അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ BJPയുടെ വക്താവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് CJPയുടെ സമരത്തിന് പോയത്. അപ്പൊ സ്ത്രീകളെയും സ്ത്രീത്വത്തെയും അത്രയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് BJP എങ്കിൽ RSS തള്ളിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് BJP വലിയ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. അപ്പോ സ്ത്രീയെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്നത് ശരിയല്ല. അമ്മയെ പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ പറഞ്ഞപ്പോൾ പൊള്ളിയവർക്ക് ഇന്ത്യയിലെ സ്ത്രീകളെ ഒന്നടങ്കം അല്ലെങ്കിൽ സമരം നടത്തിയ സ്ത്രീകളെ ഒന്നടങ്കം ബലാത്സംഗം ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് അവരവിടെ പോയി എന്ന് പറയുമ്പോൾ, ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത ആളുകളോട് ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ മൗനമായി ഇരിക്കുന്ന പലരുമുണ്ട്. പല ആളുകളും പറയുന്നത്, ഈ വിഷയം നമ്മൾ ഏറ്റുപിടിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ഏറ്റുപിടിക്കുകയാണെങ്കിൽ ന്യായീകരിക്കുന്നത് എങ്ങനെ, അതുകൊണ്ട് നമുക്ക് ഈ വിഷയം കണ്ടില്ല എന്ന് നടിക്കാമെന്ന് പറയുന്ന BJP-കാരുണ്ട്. പിന്നെ പല ആളുകളും, പല MLA, BJPക്ക് കേരളത്തിൽ നിന്ന് 3 MLA ഉണ്ട്, അതിൽ ഒരു MLA പറഞ്ഞത്,
ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം. അതെ. അപ്പൊ ഈ വിഷയത്തിൽ ആരും കേൾക്കില്ല. ജാൻമണി പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു, അതിലെല്ലാവരും പ്രതികരിച്ചു. ഈ പറയുന്ന പോലെ ഒരേ രീതിയിലാണ് എല്ലാ കാര്യമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണ് നീതി എന്ന് പറയുമ്പോൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ജാൻമണി മാപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, സ്ത്രീത്വത്തെ അപമാനിച്ച, സ്ത്രീകളെ ഒന്നടങ്കം അപമാനിച്ച അദ്ദേഹത്തെ കൊണ്ട് BJP മാപ്പ് പറയിക്കണം. അതിനുള്ള ആർജവം BJP കാണിക്കുകയും വേണം. ജാൻമണിക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല മോദിയെങ്കിൽ ഒരു BJP-കാരനും ഒരു കോൺഗ്രസ്സുകാരനും ഒരു CPM-കാരനും ഒരു CPI-കാരനും കൊട്ടാനുള്ള ചെണ്ടയല്ല ഇന്ത്യയിലെ സ്ത്രീകളെന്ന് കൂടി അവരാലോചിക്കണം. അപ്പൊ മാപ്പ് പറയാൻ മുൻകൈ എടുപ്പിക്കേണ്ടത് BJP-ആണ്. അത് BJP ചെയ്തിട്ടില്ല. CPM ചെയ്യുന്നത് പോലെ തള്ളുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി. RSS ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ജാൻമണി എന്തോ കിടന്ന് പറയട്ടെ എന്ന് എന്തുകൊണ്ട് BJP-കാർ അന്നൊരു നിലപാടെടുത്തിരുന്നില്ല? അപ്പൊ സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയല്ല നിലപാടുകൾ എടുക്കേണ്ടത്. എല്ലാ മനുഷ്യനും ഒരു രാജ്യത്ത് കിട്ടേണ്ട മൗലികമായ അവകാശങ്ങളുണ്ട്, അതുകൂടി പരിഗണിച്ച് മുന്നോട്ട് പോകണം. എല്ലാ വിഷയത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് നല്ലതല്ല.